യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇറാൻ തന്നെയാണ്. കാരണം ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു സഖ്യം രൂപപ്പെട്ടാൽ അവിടെ ഖൊമേനിയെ ബങ്കറിൽ എത്തിക്കൊണ്ട് അവിടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ ഖൊമേനിയുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ വെളിവാകുന്നത്. അതായത് ട്രംപ് നെതന്യാഹു സഖ്യമാകട്ടെ ഖൊമേനിയെ ബങ്കറിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയധികം ഭയപ്പാടിലാണ് അദ്ദേഹം അവിടെ കഴിയുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ നിർണായക ചർച്ചയിൽ ഇറാനെ എത്രത്തോളം അടിച്ചമർത്താൻ അല്ലെങ്കിൽ അടിച്ചൊതുക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ 37 വർഷത്തിന് ഇടയിലായി തന്നെ ഇതാദ്യമായി ആയിരുന്നു ഖൊമേനി പങ്കെടുക്കാതിരുന്നത്. ഇത് തന്നെ വലിയ ചർച്ചാ വിഷയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ട്രംപിനെ പേടിച്ചിട്ടാണോ ഖൊമേനി ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താത്തത് എന്ന ചോദ്യങ്ങൾ അടക്കം അവിടെ ഉയർന്നു കേട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് ആണവ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്നതും ട്രംപും നെതന്യാഹുവിനെ ഇത്തരത്തിൽ നെതന്യാഹു ട്രംപിനെ കാണുന്നതും. നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അത് യാഥാർത്ഥ്യത്തിൽ ഒന്നടങ്കം വലിയ രീതിയിൽ ലോകത്തെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു കാര്യമായി തന്നെ മാറുമെന്നതിലും സംശയമില്ല. നെതന്യാഹുവിൻ്റെ കൈവശമാകട്ടെ, അതായത് നെതന്യാഹുവിന് ട്രംപ് കൈ കൊടുക്കുകയാണ് എങ്കിൽ, ട്രംപ് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് എങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാകുന്നത് ഇറാന് തന്നെയായിരിക്കും. ഇറാൻ്റെ ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്നാണ് നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിലാണ് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതും. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലും ഖൊമേനി ഭയക്കുന്നുണ്ട്. കാരണം ഇത്രയധികം പ്രായമായ ഒരു വ്യക്തി ഇനിയും ഇറാനും അല്ലെങ്കിൽ ഇസ്രായേലുമായ ഒരു യുദ്ധത്തിന് തങ്ങൾക്ക് ശേഷിയില്ല എന്ന് തെളിയിക്കുന്നത് കൊണ്ടാകാം അദ്ദേഹം ഇത്തരത്തിൽ ഭയപ്പാട് അവിടെ കാണിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. മാത്രമല്ല, താൻ ഇനിയും ഒറ്റയാൾ പോരാട്ടം നടത്തിയാൽ പൂർണ്ണ പരാജയത്തിലേക്ക് കൂപ്പ് കുത്തുമെന്നും ഖൊമേനിക്ക് നന്നായി അറിയാം. ഇതിനാൽ തന്നെയാകാം ഇത്തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ അദ്ദേഹം കൂടുതലായി തന്നെ ഭയപ്പെടുന്നതെന്നും ഇവിടെ വെളിവാകുന്നുണ്ട്. ചില വിലയിരുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നതും. അതേപോലെ തന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ചുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായിരിക്കും നെതന്യാഹുവിന്റെ ശ്രമം എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. അതേസമയം 2025 ട്രംപ് ആകട്ടെ അധികാരത്തിലെത്തിയതിനു ശേഷം 6ാം തവണയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി സന്ദർശനത്തിനായി തന്നെ അമേരിക്കയിലേക്ക് എത്തുന്നത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഒക്ടോബറിൽ അവർ ജെറുസലേമിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പരസ്യ ശത്രുക്കളായ ഇറാനും അമേരിക്കയും ഒമാനിൽ ചർച്ച നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു ചർച്ച നടക്കുന്നത്. ആയതിനാൽ തന്നെ ഈ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. മാത്രമല്ല, ട്രംപ് നെതന്യാഹു സഖ്യം കൂടുതലായി തന്നെ യാഥാർത്ഥ്യമാകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച. ഇറാനുമായി മറ്റൊരു റൗണ്ട് ചർച്ചകൾ നടക്കുമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം യുഎസുമായുള്ള ചർച്ച ആണവ പദ്ധതിക്ക് അപ്പുറത്തേക്ക് അവിടേക്ക് പോകില്ല എന്ന് ഇറാൻ ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി വ്യക്തമാക്കിയതാണ്. യുഎസ് ഭീഷണികളെ തള്ളിക്കൊണ്ട് യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന നിലപാടിൽ തന്നെയായിരുന്നു അവിടെ ഇറാനാകട്ടെ അടിയുറച്ചു നിന്നത്. മേഖലയിൽ സമാധാനം രൂപപ്പെടുത്തുവാനുള്ള നയതന്ത്ര ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം തിരിച്ചടിയാകുമെന്ന് ട്രംപിനോട് ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് നെതന്യാഹു ട്രംപിന് കൈമാറിയെന്ന വാർത്തകൾ അല്ലെങ്കിൽ ചില സ്രോതസ്സുകൾ വ്യക്തമാക്കുന്ന സൂചനകൾ പുറത്തു വരുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചയിൽ കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽ കൂടുതലായി തന്നെ സമ്മർദ്ദം ചെലുത്താനാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.